എല്ലാവർക്കും PSN സകല കലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എണ്ണമാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാൻ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കായപ്പൊടിയുണ്ട്, മുളക് പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, നല്ലെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഒരുപാട് എണ്ണ കുഴഞ്ഞ രീതിയിലല്ല, ഒരല്പം ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ ഏതാണ്ട് നന്നായിട്ട് തിളച്ച് ഇതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരു നല്ല പുകയൊക്കെ വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി ഇതുപോലെ പുക ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരല്പം ഉപ്പ്, ഇത്രയുമാണ് ചേർക്കുന്നത്. മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ പിരിയം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചൂട് മതി ഇത് ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ ആ മാങ്ങ ചേർത്ത് കൊടുക്കുന്നു. മാങ്ങ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കണം. ഈ പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി അതിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ. നമ്മൾ എണ്ണ കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നല്ലതായിട്ട് അതിൽ ഇളക്കി പിടിപ്പിക്കുന്ന അത്ര നന്നായിട്ട് അതൊരു എല്ലാം നന്നായിട്ട് പിടിച്ച് നന്നായിട്ടിരിക്കും. അത് ആ പൊടികൾ കംപ്ലീറ്റ് ഇതിൽ നമ്മളത് ഇളക്കി പിടിപ്പിക്കണം. നല്ലൊരു തവി കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് നമുക്കത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതാ ഒരുവിധം നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഉണ്ടോ, പൊടികളെല്ലാം അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒന്നും അടിയിലൊന്നും പൊടിയായിട്ട് ബാലൻസ് കിടപ്പില്ല. അതുപോലെ എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതിന് സാമാന്യം ചൂടുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഇതിപ്പോൾ നമ്മൾ ഇളക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ആറിയതിന് ശേഷം നല്ല ബോട്ടിലാക്കി അടച്ച് സൂക്ഷിക്കാം. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.